ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് യൂണിറ്റ് 2 മറ്റേണിറ്റി മറ്റേണിറ്റി എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മൾ ഇന്നലെ കണ്ട പോയതിൻ്റെ കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിന് ഈ പാഠം കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഈ പാഠം കൊണ്ട് എടുക്കുകയാണ്. ഓക്കെ, ചിലർക്ക് സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റിന് ഈ പാഠം കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഈ കഥയൊന്നും എടുത്തിട്ട് നമുക്ക് ഗ്രാമറിന് ഒറ്റ ക്ലാസ്സാക്കി നിങ്ങൾക്ക് മറ്റുപാട് വീഡിയോ ക്ലാസ്സാക്കി ഇടാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെറ്റേണിറ്റി എന്നുള്ള പാഠം നോക്കാം. ഓക്കെ, അപ്പോൾ മെറ്റേണിറ്റി എന്നുള്ള പാഠം നമുക്ക് നോക്കാം. എന്താണ് ഒരു മദറിൻ്റെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മദറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു മദർ എന്താണ് നമുക്ക് പറഞ്ഞാൽ അറിയാം, മാതാവിൻ്റെ നമ്മുടെ അമ്മയുടെ സ്നേഹത്തിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ മാതാവില്ലാത്ത ഒരു ശിശുവിനെ അവൻ്റെ സഹോദരൻ എങ്ങനെയാണ് നോക്കിയത് എന്നൊക്കെ ഒരു കഥയാണ് നമ്മൾ മിക്കാലിയുടെ ഒരു കഥ. മിക്കാലി എന്ന് പറഞ്ഞൊരു കുട്ടി, 14 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ അനിയനെ അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞ് വാവേനെ എങ്ങനെയാണ് നോക്കിയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓതർ ലിലിക നാക്കോസ് ആണ്. ഓക്കെ, ഒരു വുമൺ റൈറ്ററാണ്, ഫേമസ് ആയിട്ടുള്ള വുമൺ റൈറ്ററാണ്, ഗ്രീക്ക് പ്രോസ് ആൻഡ് ജേർണലിസ്റ്റാണ് എന്നൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രീക്ക് നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഗ്രീക്ക് പ്രോസ് ആൻഡ് മെനി ഇയേഴ്സ് ദ ഓൺലി വുമൺ ഇൻ ദ ഗ്രീക്ക് ജേർണലിസം. ഓക്കെ, ഗ്രീക്ക് ജേർണലിസത്തിലുണ്ടായിരുന്ന ഒരേ ഒരു വുമൺ ആയിരുന്നു ലിലിക നാക്കോസ്. ഓക്കെ, അതേപോലെ തന്നെ വൺ ഓഫ് ഹർ ബെസ്റ്റ് നോവൽ ഈസ് ലാസ്റ്റ് സോൾ. ഓക്കെ, ലോസ്റ്റ് സോൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഔതറിൻ്റെ ഒരു ബെസ്റ്റ് നോവലായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുറേ നോവൽ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. ചിൽഡ്രൻസ് ഇൻ ഫെറോ, സ്റ്റോറീസ് ഓഫ് ദ ഗ്രേറ്റ് ഫാമിൻ ഇൻ ഗ്രീസ് എന്നൊക്കെ കുറേ സ്റ്റോറീസും എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോണ ചാപ്റ്റർ എന്ന് പറയുന്നത് മറ്റേണിറ്റി. ഓക്കെ, മറ്റേണിറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. നമുക്ക് നോക്കാം ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വേർ അറ്റ് മാർസിലസ്. The camp of the Armenian refugees on the outskirts of the town already looked like a small village. They had settled down in any way they could, the richest under tents, the other in the ruined sheds, but the majority of the refugees, having found nothing better, were sheltered under carpets held up at the four corners by sticks. എന്താണ് പറയുന്നത്? ഒരു മാസിലസിലെത്തിയിട്ട് എന്താണ് ഒരു മാസത്തിലേറെയായി. ഓക്കെ, അപ്പം എന്താണ് റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്നാണ് അർത്ഥം. എന്താണ് പട്ടണത്തിൻ്റെ ഔട്ട്സ്കേർട്സ് ഓഫ് ടൗൺ എന്ന് പറഞ്ഞാൽ അതിർത്തി, പട്ടണത്തിൻ്റെ അതിർത്തിയിലുള്ള എന്താണ് അർമേനിയൻ അഭയാർത്ഥികളുടെ ക്യാമ്പ്. ഓക്കെ, എന്താണ് ഒരു വില്ലേജ് പോലെ ചെറിയൊരു ഗ്രാമം പോലെ കാണപ്പെട്ടു. എന്താണ് അവർക്ക് അതവിടെ റെഫ്യൂജീസിന് അവിടെ സാധിക്കും പോലെയൊക്കെ അവരെ താമസം ആക്കി. ഓക്കെ, പക്ഷേ റിച്ചസ്റ്റ് എന്താണ് സമ്പന്നർ എന്താണ് കൂടാരങ്ങൾ, ടെൻറ്റുകളിൽ താമസിച്ചു. മറ്റുള്ളവർ തകർന്ന ഷെഡുകൾ, റൂയിൻ ഷെഡ് എന്ന് പറഞ്ഞാൽ തകർന്ന ഷെഡുകളിൽ താമസിച്ചു. എന്താണ് പക്ഷേ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും മെജോറിറ്റിയും എന്താണ് അവർക്ക് കൂടുതൽ മെച്ചമായതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവർ ഒരു എന്താണ് ഈ വിരിപ്പ് കാർപ്പറ്റ് എന്ന് വെച്ചാൽ പായ 4 സൈഡിൽ കോലുമ്പോൾ കുത്തി നിർത്തി പായയുടെ അടിയിലാണ് അവർ അഭയം തേടിയെന്നാണ് പറയുന്നത്. Okay, they thought themselves lucky if they could find a sheet to hang up the sides and wall them from the peering eyes. എന്താണ് അവർക്ക് ഒരു ഷീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആ 4 ഇപ്പോൾ മുകളിൽ മാത്രമേ ഷീറ്റുള്ളൂ, 4 സൈഡും ഓപ്പൺ ആണ് അല്ലേ. ഈ 4 സൈഡും മറയ്ക്കാനായിട്ടൊരു ഷീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഈ ഒളിച്ചു നോക്കുന്ന കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ടപ്പോൾ അവർ കരുതിയിരുന്നു. ഓക്കെ, അപ്പോൾ അതുവരെ കിട്ടാനായിട്ട് അവർക്ക് അവിടെ നിവൃത്തിയില്ല. അത് 4 ചുമരും, നമ്മളിപ്പോൾ 4 ചുമരിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പോലെ ഫീൽ ചെയ്യും അല്ലേ. The men found work no matter what, so that in any case they were not racked with hunger and the children had something to eat. അപ്പോൾ അവർക്ക് ജോലിയൊന്നുമില്ല. ഈ പുരുഷന്മാരൊക്കെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി എടുക്കുകയാണ്. കാരണം അവർ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതേപോലെ തന്നെ അവർക്കും ഭക്ഷിക്കണം അല്ലേ. അപ്പോൾ അതിനെ കണ്ടെത്താനായിട്ട് പുരുഷന്മാരൊക്കെ എന്ത് ജോലിയും ചെയ്യാനും തയ്യാറായിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. ഹങ്കറാണ് അവിടെ കാരണം, വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ജോലിയെങ്കിലും. ഓക്കെ, ഓഫ് ഓൾ ഓഫ് ദം മിഖാലി വൺ കുഡ് ഡു നത്തിങ്.
He ate the stable bread which his neighbors cared to offer, and it weighed on him. എന്താണ് മിക്കാലി എന്ന് പറഞ്ഞൊരു കുട്ടി, അവന് മാത്രമാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. എന്താ, അവൻ്റെ അയൽക്കാർ അവർക്ക് വെച്ച് നീട്ടിയ പഴകിയ റൊട്ടിയാണ് അവൻ്റെ ഭക്ഷണം. ഓക്കെ, അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവന്. ഓക്കെ, ഇപ്പോൾ ഹി വാസ് എ ബിഗ് ലൈറ്റ് ഓഫ് 14, ഹെൽത്തി ആൻഡ് റോബസ്റ്റ്. എന്താണ്, 14 വയസ്സുള്ള മിടുക്കനായ ഒരു കുട്ടിയാണ് മിക്കാലി. Okay, but how could he think of looking for work when he is literally bore on his back the burden of a newborn babe? എന്താണ്, അവൻ എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും? കാരണം എന്താണ്, അവൻ്റെ ചുമലിൽ അവന് ഒരു കുഞ്ഞിനെ നോക്കാനുണ്ട്, ഒരു ന്യൂ ബോൺ ബേബീനെ നോക്കാനുണ്ട്. ആ ന്യൂ ബോൺ ബേബീനെ വെച്ചിട്ട് അവൻ എങ്ങനെ ജോലിക്ക് പോകുന്നതാണ് ആലോചിക്കുന്നത്. ഓക്കെ, സിൻസ് ഹിസ് ബർത്ത് വിച്ച് ഹാസ് കോസ് ഹിസ് മദേഴ്സ് ഡെത്ത് ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം ദ മൂൺ ടിൽ നൈറ്റ്. എന്താണ്, അപ്പോൾ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ആ കുട്ടി ജനിച്ച ഉടനെ അവരുടെ അമ്മ മരിച്ചു. ഓക്കെ, ആ കുട്ടി കുട്ടി മരിച്ച ഉടനെ അമ്മ ജനിച്ചു. ഓക്കെ, അവൻ്റെ സ്വന്തം അമ്മയുടെ മരണത്തിന് കാരണമായി തീർന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നിർത്താതെ രാവും പകലും കരഞ്ഞു. ഈ ശിശുവിൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കുഞ്ഞ് നിർത്താതെ രാവും പകലും കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അമ്മ മരിച്ചു എന്ന് അങ്ങനെ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മരിച്ചു എന്ന് നാടാകെ കരഞ്ഞുകൊണ്ട് വിളംബരം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഈ മിക്കാലി പറയുന്നത്. ഹു ഹാവ് അക്സെപ്റ്റഡ് മിക്കാലി സർവീസസ് വെൻ ഹിസ് ഓൺ compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night. അപ്പോൾ എന്താണ് സംഭവം, ഈ കുട്ടി രാവും പകൽ നിർത്താതെ അൺഇൻട്രപ്റ്റഡ് ഹൗൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിർത്താതെ ഇടവിടാതെ എന്താണ്, ഒരു സമയം പോലും ഗ്യാപ്പില്ലാണ്ട് രാത്രിയും പകലും ഈ ഹൗൾസ് ഒച്ചനെ കരഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ, അവൻ്റെ ക്വാർട്ടേഴ്സിലുള്ള അവൻ താമസിച്ചുകൊണ്ടിരുന്ന അവൻ്റെ അയൽക്കാർക്ക് പോലും അത് ഭയങ്കര ശല്യമായിട്ട് തോന്നിയിട്ട് അവൻ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. Okay, Mikali himself was dazed by these cries. His heart was empty and he wandered about like a lost soul, dying from the lack of sleep and weariness, always dragging about with him the defining burden that he had borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ കരച്ചിൽ പോലും മിക്കാലിക്ക് പോലും ഈ കരച്ചിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അവൻ്റെ തലയ്ക്കുള്ളിൽ എന്താണ്, ഈ കരച്ചിൽ കേട്ടിട്ട് അവൻ്റെ തലയ്ക്കുള്ളിൽ ഒന്നും ഉണ്ടായില്ല. അവനൊരു എന്താണ്, ഒരു ജീവനില്ലാത്തൊരു വസ്തു പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അവൻ എന്താണ് ചിന്തിച്ചത്, ഈ കുഞ്ഞ് എൻ്റെ കഷ്ടകാലത്തിനാണ് ജനിച്ചത് അല്ലേ, ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് ഏറ്റവും മോശം സമയമാണ് ആ കുഞ്ഞ് തിരഞ്ഞെടുത്തതെന്നാണ് മിക്കാലി ഓർക്കാണ്. പിന്നെന്താ, അതേപോലെ തന്നെ ഈ ചെവിക്കല്ല് തകർക്കുന്ന കരച്ചിലാണ് ഇവൻ്റെ. അപ്പോൾ ഈ ഭാരം പുറത്തിട്ടുകൊണ്ട് ഒരു ഗതിയില്ലാത്തൊരു വാണ്ടറിങ് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ്റ്റ് സോൾ എന്ന് പറഞ്ഞാൽ അലയുന്ന ഒരു സോൾ, പ്രേതം എന്നും പോലെ ഓക്കെ, ഒരു ഗതി കിട്ടാത്തൊരു പ്രേതം പോലെ അലഞ്ഞ് നടക്കുകയാണെന്നാണ് മിക്കാലി. ഓക്കെ, ഈ കുട്ടിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉറച്ചിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മിക്കാലിക്ക് പോലും അങ്ങനെ തോന്നിയത്. ഓക്കെ, മിക്കാലിക്ക് പിന്നെ രാത്രി എന്നുള്ള വിളിക്കുന്ന കാരണം സ്ലീപ്പും കിട്ടുന്നില്ല, എന്താ ഉറങ്ങാനും പറ്റുന്നില്ല, അതേപോലെ തന്നെ വിശപ്പുണ്ട്. അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അവനുണ്ട്. അപ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ് എന്താണ്, ഈ കുട്ടിയൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ അവൻ സങ്കടത്തോടുകൂടി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാൻ പാടുന്നുണ്ടെങ്കിലും ഈ കഷ്ടപ്പാടൊക്കെ ഓർത്ത് മിക്കാലി അങ്ങനെ സങ്കടത്തോടുകൂടി ആഗ്രഹിക്കുകയാണ് ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ. Okay, everybody listened to it with irritation that had so many troubles of their own, and they all pitifully wished it would die. എന്താണ് അത്, ഈ ആൾക്കാരൊക്കെ ഈ കരച്ചിൽ കേട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ കരച്ചിൽ കേട്ടിട്ട് അതൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആൾക്കാരൊക്കെ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, മിക്കാലി അല്ലാണ്ട് ആഗ്രഹിച്ചത് ഈ കരച്ചിൽ കേൾക്കുന്നവരാണ് ആഗ്രഹിച്ചത്. ഓക്കെ, നമ്മൾ ഒരു കുട്ടി കരയാനായിട്ട് നമ്മളങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല, കുട്ടി മരിച്ചു കഴിഞ്ഞില്ലേ. ജീവൻ്റെ ആ കുട്ടിയുടെ സൗണ്ട് വളരെ ഉച്ചത്തിലുള്ളതായിരുന്നുകൊണ്ടും എല്ലാവർക്കും ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ടും ആ കുട്ടി ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, but that did not happen for the newborn child, so desperately to live and cried louder his family's state. എന്താണ് അത് എന്ത് വന്നാലും വേണ്ടില്ല
എന്താണ് ജീവിക്കുമെന്നും എൻ്റെ പട്ടിണിയെക്കുറിച്ച് പട്ടിണിയാണ് അല്ലേ, പട്ടിണിയാണെന്നുണ്ടെങ്കിൽ ഉറക്കെ നിലവിളിക്കുമെന്ന് ആ ശിശു ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മരിച്ചു പോയെന്നെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞിരുന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും മരിച്ചു പോവില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി വീണ്ടും വീണ്ടും കൂടുതൽ ഒച്ചത്തിന് കരയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. The distracted woman stuffed the ears and Michaeli wandered about like a drunken man. എന്താണ് ഈ ഒച്ച കാരണം എന്താണ് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ചെവി പൊത്തിപ്പിടിച്ചു എന്നാണ് കുട്ടികളുടെ കരച്ചിൽ കാരണം. ഓക്കെ, അതേപോലെ തന്നെ മിക്കാലി ഒരു കുടിയനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ അലഞ്ഞ് നടക്കുകയാണ്. He hadn't a penny in his pocket to buy the infant milk, and not one woman in the camp was in a position to give it the breast enough to drive one mad. എന്താണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും പാല് മേടിച്ച് കൊടുക്കണ്ടേ, അതിന് പോലും ഈ മിക്കാലിയുടെ കയ്യിൽ ഒരു തുള്ളി പൈസയില്ല, ഒരു കുറച്ച് പൈസ പോലും ഇല്ല. എന്താണ് അതുപോലെ ഈ ക്യാമ്പിലുള്ള ഈ സ്ത്രീകളാരും ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് നമ്മുടെ മിക്കാലിക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർത്താൽ മതിയിൽ ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിക്കാനെന്നാണ് ഇവിടെ പറയുന്നത്. One day, unable to bear it further, Michaeli went the other side of the place where the Antonellans were. They also had fled from the Turkish massacres in Asia Minor. Michaeli had been told that there was a nursing mother there who might take pity on this baby, so there he went full of hope. അപ്പോൾ എന്താണ് ഇന്ന് ഇനിയും അധിക കാലം ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല, ഈ കൊച്ചിനെ ഇങ്ങനെ നല്ലോണം സഹിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് മിക്കാലി ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അവിടെ ആരാണുള്ളത്? അനോട്ടോളിയക്കാരാണുള്ളത്. ഓക്കെ, അനോട്ടോളിയൻസ് ആണുള്ളത്. അവരും ഇങ്ങനെ എന്താണ് പലായനം ചെയ്തു വന്നവരാണ്. ഈ ഏഷ്യ മൈനറിലെ തുർക്കികളുടെ മസാക്കറെ കൂട്ടക്കൊലയിൽ നിന്നും അവർ ചെയ്തപ്പോൾ പലായനം ചെയ്തു വന്നവരാണ്. വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾ തന്നെയാണ്. അവിടെ ഒരു മുലയൂട്ടുന്ന സ്ത്രീ ഉണ്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീ ഉണ്ടെന്ന് അവന് ആരോ പറഞ്ഞു കേട്ടു. ഓക്കെ, അപ്പോൾ ആ സ്ത്രീക്ക് ഈ കുഞ്ഞിനോട് അലിവുണ്ടാക്കി എന്താണ് ഈ കുഞ്ഞിന് മുല കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഓക്കെ, കുഞ്ഞിന് പാല് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് മിക്കാലി അങ്ങോട്ട് പോയത്. Their camp was like his, the same misery. Old women were crouched on pallets on the ground. Barefooted children played about in the pools of dirty water. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവൻ്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു ഈ ഇവരുടെ ക്യാമ്പും, അനറ്റോളിയക്കാരുടെ ക്യാമ്പും അവരുടെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു. ദുരിതാവസ്ഥയിലാണ്. എന്താണ് ഈ വയസ്സായ സ്ത്രീകളൊക്കെ നിലത്ത് വൈക്കോലൊക്കെ വിരിച്ച് കിടക്കുന്നു. അതേപോലെ തന്നെ ചെരുപ്പിടാത്ത പിള്ളേർ ചെളി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് കണ്ടത്. ഓക്കെ, as he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. എന്താണ് ഇപ്പോൾ കുറേ വൃദ്ധ സ്ത്രീകൾ അവനെ കണ്ടപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് എണീറ്റു. പക്ഷേ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ നേരെ മുന്നോട്ട് നടക്കുകയും ഒരു ടെൻറ്റ്, ഒരു കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവൻ നിന്നപ്പോൾ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞ് കരയണ സ്വരം അവൻ കേട്ടു. ഓക്കെ, have pity on this poor orphan and give him a little milk. I am poor Armenian, he said in Greek. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പുറത്തു വന്നു. അപ്പോൾ ആ സ്ത്രീയോട് നമ്മുടെ മിക്കാലി പറയാണ്, ഈ അനാഥൻ്റെ മേൽ ദയ തോന്നി നിങ്ങൾ അല്പം പാലുവിന് കൊടുക്കണം. ഓക്കെ, ഞാനൊരു പാവം അർമേനിയനാണെന്ന് അവൻ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു. At his appeal, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast, its eyes half closed. അപ്പോൾ എന്താണ് ഈ അപേക്ഷ കേട്ട് അവിടെ ആ സ്ത്രീനെ കുറിച്ച് പറയുകയാണ്. ഇരുണ്ട നിറമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് അവരുടെ കയ്യിൽ കണ്ണുകളൊക്കെ പാതി അടച്ച് എന്താണ് എന്നിട്ട് ഈ അമ്മയുടെ മുല കുടിക്കുന്ന ഒരു കുട്ടിയെ അവളുടെ കയ്യിൽ ഇവൻ കാണാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ദ കിഡ്, ഇറ്റ്സ് എ ബോയ് ഓർ ഗേൾ. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുകയാണ്, ആ അമ്മ ചോദിക്കുകയാണ്, ഞാൻ കുട്ടീനെ ഒന്ന് കാണട്ടെ, ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നാണ് ചോദിക്കുന്നത്. മിക്കാലിസ് ഹേർട്ട് ട്രംബിൾ വിത്ത് ജോയ്. അപ്പോൾ ഇത് കേട്ട വഴി മിക്കാലിക്ക് ഭയങ്കര സന്തോഷമായി. ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് ഓർക്കാണ്. സെവറൽ നൈബേഴ്സ് ഹാഡ് കം ക്ലോസർ ടു സീ ആൻഡ് ദേ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് ഫ്രം ഹിസ് ഷോൾഡേഴ്സ് ദ സാക്ക് where the baby brother was held. ഓക്കെ, ബ്രദറാണ്, അപ്പോൾ ആൺകുട്ടിയാണ്. അപ്പോൾ എന്താണ് ഈ കുറച്ച് നൈബേഴ്സൊക്കെ വന്ന് അവൻ്റെ പുറത്താണ് കിടക്കുന്നത് അല്ലേ, ഷോൾഡറിലുള്ള ബാഗ് ഊരി കുട്ടീനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, വിത്ത് ക്യൂരിയോസിറ്റി ദേ ലീൻഡ് ഓവർ, ദേ ഡ്രൂ ബാക്ക് ദ കവർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്
അവർ ആകാംക്ഷയോടെ കുട്ടിയെ കുനിഞ്ഞു നോക്കി. അവർ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അവർ പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഒരു ശിശുവിൻ്റെ എന്താണ് അത്രയും ഒരു മനുഷ്യനെ പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് കുട്ടി പറയുന്നത്. ആ കുട്ടി ഒരു മനുഷ്യനെ പോലെ തോന്നിക്കുന്നില്ലായിരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അവരതേപോലെ തന്നെ കവർ അടച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ദ വുമൺ ഗേവ് വെന്റ് ടു വേരിയസ് ക്രൈസ് ഓഫ് ഹോണർ. ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. ആ പെണ്ണുങ്ങളൊക്കെ നിലവിളിച്ചു എന്നാണ് പറയുന്നത് ഈ കൊച്ചിനെ കണ്ടിട്ട്, അല്ലേ. ദ ഹെഡ് ഹാഡ് ബിക്കം എനോമസ് ആൻഡ് ദ ബോഡി ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നസ് ആസ് വെൽ ആസ് shriveled up. As until then it has sucked only its thumb, it was swollen, it was dreadful to see. Macaulay himself drew back in fright. എന്തുകൊണ്ടാണ് അവർ പേടിച്ചതെന്ന് നമുക്ക് നോക്കാം. തല വളരെ വലിപ്പമുണ്ടായിരുന്നു. തല ശരീരത്തിനേക്കാളും വളരെ വലിപ്പമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശരീരത്തിന് എന്താണ്, വളരെ ശുഷ്കമായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വളരെ ശോഷിച്ച ശരീരമായിരുന്നു. അതിന് ഇതുവരെ കിട്ടിയത് എന്താണ്, അതിൻ്റെ കൈവിരൽ മാത്രം അത് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം കൈവിരൽ എപ്പോഴും വായിലിട്ടിന് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതിൻ്റെ കൈവിരൽ ഇങ്ങനെ വീർത്തിരിക്കുക എന്ന് പറയുന്നത്. അത് കാഴ്ച തന്നെ ഭയാനകരമായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മികാലി പോലും എന്താണ്, ഈ പുറത്തിട്ട് നടക്കലേ ഉള്ളൂ, കാണുന്നില്ലല്ലോ. മികാലി പോലും അവനെ കണ്ട് പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ. അവൻ ജനിച്ചിട്ട് എന്നിട്ടാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത് രാവും പകലും ഇല്ലാണ്ട്, അല്ലേ. കൈ മാത്രം കുടിച്ചിട്ട് ആ കൈ വീർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കല്ലേ. എല്ലാവരും എന്താണ്, all of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child wailing in his hunger. എല്ലാവരും കൂടി അവനെ കണ്ടപ്പോൾ ഓടിച്ചു, അല്ലേ. അവൻ കണ്ണ് നിറയാണ്. കാരണം അപ്പോഴും ആ കുട്ടി അന്ന് വിശന്ന് കരഞ്ഞ് ആ ബാഗിൽ അവൻ്റെ കിടക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ അവന് അത്രയും സങ്കടത്തോടുകൂടി അവൻ തിരിച്ചു പോവാമെന്ന് പറയാം. There was nothing to be done. The child was condemned to die of hunger. Macaulay felt himself immensely alone and lost. A chill ran up his spine at the thought he was carrying such an unlucky child. He slumped down in the shadow of a shed. It was still very warm. എന്താണ്, ഈ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട് ഈ മിക്കാലി സങ്കടപ്പെടാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മിക്കാലിക്ക് ഒന്നും ചെയ്യാനില്ലല്ലേ. ആ ശിശുവാണെന്നുണ്ടെങ്കിൽ വിശപ്പ് കൊണ്ട് മരിക്കാനാണ് വിധി എന്നാണ് മിക്കാലി ആലോചിക്കുന്നത്. ആരും ഒന്നും കൊടുക്കുന്നില്ല, അല്ലേ. മിക്കാലിയാണെന്നുണ്ടെങ്കിൽ ഏകനായിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പോലെ മിക്കാലിക്ക് തോന്നുകയാണ്. ഞാൻ ഇത്രയും ഒരു അൺലക്കി ആയ ഒരു കുഞ്ഞിനെയാണല്ലോ ഞാൻ വഹിക്കുന്നതെന്ന് ഓർത്ത് അവൻ സങ്കടപ്പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ അവൻ്റെ നട്ടലിലേക്കൂടെ ഒരു തണുത്ത വിറയിൽ പാഞ്ഞു എന്നാണ് പറയുന്നത്. നടന്നൊരു ഷെഡ് എത്തിയപ്പോൾ അതിൻ്റെ തണലിലവനിരുന്നു ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, അവിടെ നല്ല ചൂടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ എർത്ത് വേസ്റ്റ് ലാൻഡ് കവേർഡ് വിത്ത് റെഫ്യൂസ്. Noon rang out somewhere. The sound reminded him that he had eaten nothing since the day before. He would have to go sneaking about the street, round cafe terraces, fetching something half-eaten roti left on a plate, or else rake about in the garbage for what a dog would have eaten. Suddenly life seemed to him so full of horrors, and he covered his face and his hands and began to sob desperately. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ ഇരിക്കുന്ന പ്രദേശം മൊത്തം ചപ്പും ചവറും നിറഞ്ഞാണ്. ഒരു തരിശ് ഭൂമിയാണ്, ഉപയോഗശൂന്യമായ ഒരു ഭൂമിയായിരുന്നു അവന് മുമ്പിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഉച്ചയായി അറിയിക്കാനായിട്ട് എവിടെ നിന്നൊരു സൗണ്ട് മുഴങ്ങുന്നുണ്ട്. അപ്പോൾ അവനാണ് ഓർത്തത് തലേ ദിവസം മുതൽ അവനൊന്നും കഴിച്ചിട്ടില്ല, അല്ലേ. അവൻ പട്ടിണിയാണ്. അവൻ തെരുവുകളിലെ ഭക്ഷണശാലയൊക്കെ ഉണ്ടാവും, ചെറിയ ഭക്ഷണശാല, അല്ലേ. അതിൽ മട്ടുപ്പാവ്, ടെറസിന് മട്ടുപ്പാവ് മുകളിലുള്ള വശം അത് പാത്ത് പതുങ്ങി ആരും കാണാതെ ഈ ആൾക്കാരൊക്കെ ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ ബാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ മോഷ്ടിച്ചൊക്കെയാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ നായ്ക്കൾക്ക് ആഹാരം ഇട്ട് കൊടുക്കുമ്പോൾ അതിന് തിന്നും, അല്ലെങ്കിൽ ഈ എച്ചിൽ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വേസ്റ്റ് കൊട്ടകളിലൊക്കെ കിടന്ന് അതിൽ നിന്ന് തപ്പിത്തരവിയാണ് അവൻ്റെ ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ അവൻ്റെ കഷ്ടതകൾ ഓർത്ത് അവന് ഭയങ്കര സങ്കടം തോന്നി. അവൻ്റെ കൈ മുഖത്ത് വെച്ച് ഭയങ്കര സൗണ്ടിൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. സോപ്പ് എന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഓക്കെ, when he raised his head, a man stood before him, gazing down upon him. Macaulay recognized the Chinaman who often came to the camp to sell paper, nicks,
snacks and charms which no one ever bought from him anyway. Often they mocked him because of the color and his quaint eyes. അപ്പോൾ എന്താണ്, അവൻ തല പൊക്കി നോക്കിയപ്പോൾ ഒരാളവിടെ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരാൾ അവനെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എന്താണ്, ആ ആളാരാന്ന് അവന് മനസ്സിലായി. എന്താണ്, അവൻ്റെ ടെൻറ്റിൽ എന്താണ് ഈ കടലാസ് കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളൊക്കെ കൊണ്ട് വിൽക്കാനായിട്ട്, പ്രത്യേകതര ആഭരണങ്ങളൊക്കെ വിൽക്കാനായിട്ടൊരു ആൾ വന്നിരുന്നു. അയാളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് ആരും, ആ ക്യാമ്പിലുള്ള ആരും ഒന്നും സാധനങ്ങൾ മേടിക്കാറില്ല. അതേപോലെ തന്നെ എന്താ, അയാളുടെ നിറവും, അയാൾക്ക് കോങ്കണ്ണുണ്ട്. അയാളുടെ കോങ്കണ്ണും എന്താണ്, എല്ലാവരും അയാളുടെ നിറവും അയാളുടെ കോങ്കണ്ണും കൊണ്ട് അയാളെ പരിഹസിച്ചിരുന്നാണ് പറയുന്നത്. ഓക്കെ, സ്ക്വൈൻഡേഴ്സിൻ്റെ കോങ്കണ്ണ്, അയാളുടെ കളറും അയാളുടെ കോങ്കണ്ണൊക്കെ കൊണ്ട് അയാൾ എപ്പോഴും ഒരു പരിഹാസപാത്രമായിട്ട് അവിടെ മാറാറ് ഇവൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഓക്കെ, Mikali saw he was looking gently down at him and moving his lips as though to speak. Finally the Chinaman said, "You mustn't cry, boy." അപ്പോൾ എന്താണ്, അയാൾ അവൻ്റെ മോനെ പൂർണ്ണമായിട്ടെല്ലാം നോക്കിയത്, സൗമ്യമായിട്ടാണ് നോക്കിയത്. അതെന്തോ ചോദിക്കാനായിട്ട് ചുണ്ട് അനക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താണ്, അവസാനം ചൈനക്കാരൻ പറയാണ്, കുട്ടി ഇനി കരയാൻ പാടില്ല എന്ന് പറയാണ്. ഓക്കെ, എന്താണ്, അത് കുറച്ച് ആലോചിച്ച ടൈമിൽ നിന്ന് കുറച്ച് ശങ്കയോടെ, ഓക്കെ, കം വിത്ത് മീ, എന്താണ്, എൻ്റെ കൂടെ വരൂ എന്നാണ് പറയാൻ. അത് ചൈനക്കാരൻ പറയാണ്, എൻ്റെ കൂടെ വരൂ. Mikali's only answer was to shake his head negatively. He longed to flee. He has heard so many horrors about the cruelty of the Orientals. അപ്പോൾ എന്താണ്, അത് കേട്ടപ്പോൾ മിക്കാലിയുടെ മറുപടി എന്താണ്, തല കൊണ്ട് കാണിച്ചു, ഞാൻ വരുന്നില്ല എന്ന അർത്ഥത്തിൽ തല കൊണ്ട് ഇങ്ങനെ ആട്ടി, വരുന്നില്ല. കാരണം എന്താണ്, അവൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിച്ചു. കാരണം ഇവരുടെ ഈ ദേശത്തുള്ളവരുടെ വളരെ ക്രൂരന്മാരാണ് ഇവർ, വളരെ മറ്റുള്ളവരെ പീഡിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നവൻ കേട്ടിട്ടുണ്ടായിരുന്നു കഥകളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവന് ഇയാൾ പോരണ്ടോന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ല എന്നവൻ പറഞ്ഞത്. Yet the man remained there and did not budge. So, being in great distress, Mikali followed him. What more awful thing would happen to him? As they walked along, the stumbled weakly and almost fell with the child. The Chinaman came to him and taking the baby in the arms, tenderly pressed it to him. അപ്പോൾ എന്താണ്, അപ്പം ഇയാളുടെ കൂടെ തന്നെ അയാൾ പോയില്ല അല്ലേ. എന്താണ്, ഇവൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ ഏകവിഷമത്തോടെ മിക്കാലി ഇയാളുടെ പിന്നാലെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവൻ ആലോചിക്കുകയാണ്, ഇതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ടൊരു അവസ്ഥ എനിക്ക് എന്താണ് ഇനി സംഭവിക്കാനുള്ളത് അല്ലേ. അവൻ നടന്നു ഇങ്ങനെ ദൂരം നടന്നു പോയപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ കാലടറി അവൻ വീണു. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ചൈനക്കാരൻ വന്ന് അവൻ്റെ കുട്ടിയെ അയാളുടെ കൈകളിലെടുത്ത് ചേർത്ത് പിടിച്ച് നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, they crossed several empty loads and then the man took a little lane that held them to sort a wooden cabin surrounded by a very small garden. He stopped before the door and clapped his hands twice. A few light steps inside and a tiny person came to open the door. Seeing the man, her face reddened and then a happy smile lit up. He made a brief courtesy to them. As Mikali remained there, hesitating, rooted to the threshold, the Chinaman said to him, "Come in then, do not afraid, this is my wife." അപ്പോൾ അവർ കുറേ വെറുതെ കിടന്ന് കുറേ പറമ്പുകളൊക്കെ മുറിച്ച് കടന്ന് ഒരു ചെറിയ ഗാർഡനുള്ള ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലേക്ക് അവിടെ എന്താണ് പ്രവേശിക്കുകയാണ്. അയാൾ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് 2 പ്രാവശ്യം കൈ കൊട്ടി. അപ്പോൾ അകത്തു നിന്നും ഇങ്ങനെ കാലടി കേൾക്കുന്നുണ്ട്, ഒരാൾ നടന്ന് വരുന്നത് കേൾക്കുന്നുണ്ട്. ഒരു വളരെ ചെറിയൊരാൾ വന്നിട്ട് വാല് തുറന്നു. ഓക്കെ, പെട്ടെന്ന് ആണുങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം ചുമക്കുകയും എന്താണ്, ഈ ആളുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് മുഖം ചുമക്കുകയും പെട്ടെന്ന് ഒരു പുഞ്ചിരി വിടുകയും ചെയ്തു. ഓക്കെ, അവൾ അവരെ സ്വീകരിച്ചു, അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. മിക്കാലി ആണെന്നുണ്ടെങ്കിൽ ഈ മടിപ്പിൽ വാതിലൊക്കെ തന്നെ നിൽക്കുകയാണ്, അനങ്ങാതെ വാതിലൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, ചൈനക്കാരൻ പറഞ്ഞു, പേടിക്കണ്ട, അകത്തേക്ക് കയറുക, ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഓക്കെ, Mikali went into the room, rather large it seemed, separately in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker candle. എന്താണ്, അപ്പോൾ നമ്മുടെ മിക്കാലി അകത്തേക്ക് കടന്നപ്പോൾ വീടൊക്കെ നല്ല കുറച്ച് സ്ഥലമൊക്കെ ഉള്ള വീടാണ്. എന്താണ്, ഈ മിഡിൽ പാർട്ടിൽ കടലാസ് കൊണ്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ഏതാണ്
അതേപോലെ തന്നെ ദാരിദ്ര്യം നിറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും അത് നല്ല ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് അത്ര വലിയ വീടല്ലെങ്കിലും അത് നല്ല വൃത്തി വെടുപ്പുള്ളതായിരുന്നു. ഓക്കെ, അതിൻ്റെ അടിയിൽ മൂലയ്ക്കനുസരിച്ച് ഒരു ചൂരൽ കൊണ്ട് ഉണ്ടാക്കിയൊരു തൊട്ടിൽ മൂലയിൽ അവൻ കണ്ടു. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? മിക്കാലി വെൻ്റ് അപ്പ് ക്ലോസർ. അല്ല, ദിസ് ഈസ് മൈ ബോയ്, said the young woman, cocking her head graciously to one side and smiling at him. He is very tiny and very beautiful. Come and see. അപ്പോൾ എന്താണ്? ഇതെൻ്റെ കുഞ്ഞാണ് അല്ലേ? തല ഒരു വശത്തേക്ക് നീട്ടി പിടിച്ചിട്ട് അവൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യുവതി പറയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്, അവൻ തീരെ കുഞ്ഞാണ്, പക്ഷെ വളരെ സുന്ദരനാണ് കേട്ടോ, വന്ന് നോക്കൂ എന്ന് പറയാണ്. ഓക്കെ, മിക്കാലിയോട്. മിക്കാലി വെൻ്റ് അപ്പ് ക്ലോസർ ആൻഡ് സൈലൻ്റ്ലി അഡ്മിയർഡ് ഇറ്റ്. A chubby baby, but lately out of the darkness of the maternal body, slept peacefully covered with a gold brocade cloth like a little king. ഇപ്പോൾ എന്താ, മിക്കാലി കുറേ കൂടെ അടുത്ത് ചെന്ന് നോക്കി അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ശരിയാണ്, ജനിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല, പക്ഷെ ഒരു ചബ്ബിയാണ്, ഒരു ഉരുണ്ട കുട്ടിയാണ്. അവനെന്താണ്, അമ്മയുടെ പാലൊക്കെ കുടിച്ച് ഒരു കമ്പിളി വസ്ത്രത്തിൽ അങ്ങനെ സുഖമായിട്ട് ഒരു രാജാവിനെ പോലെ കിടന്നുറങ്ങിയാണെന്നാണ് പറയുന്നത്. Then the husband called his wife over. He told her to sit on a straw mat. Without a word, he sat down on her lap, the little famished one, bowing deeply before her. The woman leaned her over with astonishment and drew back the covering in which the child was wrapped. It appeared to her in all his skeletonic horror. He gave a cry of immense pity, then pressed the baby to her heart, giving it the breast. Then, with a gesture of modesty, he brought forward a lap of a robe over the milk-swollen breast, and the poor, glutinous infant sucking there. Okay. അപ്പോൾ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. എന്താണ്, ആ ഭർത്താവ് ഭാര്യനെ വിളിച്ചു, ഒരു മെത്തയിൽ വൈക്കോൽ താഴെ ഒരു മാറ്റിലിരിക്കാൻ പറഞ്ഞു. ഭർത്താവ് പറയും പോലെ തന്നെ അനുസരിച്ച് ഒരു വാക്ക് പോലും തിരിച്ചു ചോദിച്ചില്ല, അനുസരിച്ച് വന്നിട്ട് ഈ മടിയിലേക്ക് ഈ പട്ടിണി കിടന്ന ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്ത്രീ അതിശയത്തോടു കൂടി ആ പുതപ്പ് മാറ്റിയ കുഞ്ഞിനേക്ക് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ ആ രൂപം കണ്ടിട്ട് ആ കുട്ടി ആ അമ്മ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, ഒരു അനുകമ്പയുടെ നിലവിളി ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവൾ എന്ത് ചെയ്തു? അവൾ ആ കുഞ്ഞിനെ നെഞ്ചോട് അമർത്തി ആ കുഞ്ഞിന് എന്താണ്, പാല് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കുഞ്ഞിന് പാല് കൊടുത്തു. അപ്പോൾ അതുവരെ ആ ഒന്നും വിശപ്പ് കൊണ്ട് സഹിച്ചിരുന്ന കുട്ടി എന്താണ്, ആ പാല് ആർത്തിയോടെ കുടിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്കാലിയുടെ ആ പാഠം അങ്ങനെ കഴിയാണ്, മച്ച് കെട്ടി എന്നുള്ള പാഠം കഴിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളിന്ന് കഥ കേട്ടു, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. താങ്ക് യു.